അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അതിനായിട്ട് ഞാനൊരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 1/4 മുറി തേങ്ങയുടെ നല്ല കട്ടി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വഴറ്റിയിടാൻ വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഒരു 5-6 പല്ല് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടൊന്ന് സാധാരണ പോലെ കടുക് വറുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ആ പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. നമ്മൾ തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും, ഉള്ളിയുടെ അകമൊന്നും വേകാതെ കിടക്കും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചതിന് ശേഷം മാത്രം അത് വഴറ്റിയെടുക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ആ 2 തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ആവശ്യം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഒന്ന് നല്ലൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാൻ അതിനോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനിതിൽ ഗരം മസാല ആഡ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മണമുണ്ട്, പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ തവിയുടെ മൂട് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ ആ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനുള്ളത്. ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒരു 2 മിനിറ്റ് ഒന്ന് 2 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. പൊടിയൊക്കെ നന്നായിട്ട് നമ്മൾ വഴറ്റിയതല്ലേ. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അടുപ്പ് ഓഫ് ചെയ്യണം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യാതെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. ഇനി ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുട്ട രണ്ടായിട്ട് കീറി അങ്ങോട്ട് എല്ലാ മുട്ടയും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില ഇട്ടില്ല. ഒരു 2-3 കറിവേപ്പിലയും കൂടെ ഒന്ന് മേളിലോട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി മുട്ടക്കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ്, അപ്പത്തിന് വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ ചേരുന്നത് കൊണ്ട്. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ.